പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഈ 50 വർഷങ്ങളിൽ SSF ഉണ്ടാക്കിയ വിപ്ലവം ഒരുപാടാണ്. കേരള മണ്ണ് SSFന്റെ ഒരുപാട് വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്നിന്റെ കാലത്ത് നമ്മുടെ യുവതലമുറ, വിദ്യാർത്ഥികൾ ലഹരിക്കും അതുപോലെ തന്നെ പുതുതലമുറ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും ഏർപ്പെടുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, അതിലേക്ക് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി ഈ SSFയിലൂടെ കഴിയുന്നുണ്ട്. ഇതാണ് SSF ഈ 50 വർഷത്തിൽ നേടിയെടുത്തത്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് പുതിയ ചിന്താഗതിക്കാർ, ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട്, നമ്മുടെ സംസ്കാരത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഭാരതത്തിന്റെ ആ സംസ്കാരം വലിച്ചെറിഞ്ഞുകൊണ്ട് പുതിയ രീതിയിൽ ലിബറലിസം പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ നാടിന്റെയും നമ്മുടെ ധർമ്മത്തിന്റെയും മതത്തിന്റെയും സംസ്കാരം വളർത്തിയെടുക്കാൻ വേണ്ടി, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി SSF അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഞ്ചേശ്വരം നാട് എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെ സാംസ്കാരിക ഒരുപാട് ഉറങ്ങുന്ന പ്രദേശമാണ്. നമുക്കറിയാം, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉദാത്ത മാതൃകകളായ നമ്മുടെ പള്ളി 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ സാഹോദര്യത്തിന്റെ പ്രതീകമായ ഉദ്യാവരമാട അമ്പലം, ഇങ്ങനെ ഒരുപാട് സാഹോദര്യത്തിന്റെയും സംസ്കാരം കൈമാറ്റത്തിന്റെയും കേന്ദ്രമാണ് മഞ്ചേശ്വരം. ഇൻഷാ അല്ലാഹ് ഇത് ഇവിടെ പ്രതിപാദിക്കാൻ വേണ്ടിയും ചർച്ച ചെയ്യാനും വേണ്ടിയുള്ള വേദിയാണ് സാംസ്കാരിക സമ്മേളനം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സയ്യിദ് ബദറുദ്ദീൻ തങ്ങൾ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കനായ MLA AKM അഷ്റഫ് സാഹിബാണ്. ഏതാനും നിമിഷത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരും. ഇൻഷാ അല്ലാഹ് AKM അഷ്റഫ് MLA ഈ വേദി ഉദ്ഘാടനം ചെയ്യും. അവരെ അഭാവത്തിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രഭാഷണം നടത്താൻ വേണ്ടി കേരള മുസ്ലിം ജമാഅത്ത് ഈ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്നത് SYS മഞ്ചേശ്വരം സോൺ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ സഖാഫി ഉസ്താദാണ്. അബ്ദുൽ ജബ്ബാർ സഖാഫി ഉസ്താദ് കഴിഞ്ഞ ദിവസമാണ് ഹജ്ജ് യാത്ര പൂർത്തീകരിച്ച് നാട്ടിലേക്ക് എത്തിയത്. അള്ളാഹു ഹജ്ജ് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രഭാഷണം നടത്താനുള്ളത് ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം സോൺ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് സഖാഫി ഉസ്താദ് പാത്തൂർ, അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലുള്ള നമ്മുടെ വർക്കാടി കൃഷി അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസർ, പിന്നെ സയന്റിസ്റ്റ് കൂടിയായ രമേശ് സാർ ബാരിക്കാട്, അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഇവിടെ പതാക ഉയർത്തി തന്ന സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് സഖാഫി ഉസ്താദ് അവരുടെ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൊയ്യത്തവൽ ജമാഅത്ത് പ്രസിഡന്റ് DMK മുഹമ്മദ് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലുള്ള സ്വാഗത സംഘം ഫിനാൻസ് ചെയർമാൻ മുഹമ്മദ് ഹാജി ഹസനബേല് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മൊയ്തീൻ കുഞ്ഞി തലക്കി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗത സംഘം വൈസ് ചെയർമാനും ഒർക്കാടി പഞ്ചായത്ത് ഉപാധ്യക്ഷനുമായ സിദ്ദീഖ് പാടി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ
അർഷദ് വർക്കാട്, കോൺഗ്രസിന്റെ മുതിർന്ന നമ്മുടെ നാട്ടിലെ നേതാവും കൂടി അർഷദ് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള നമ്മുടെ മൂസ ധർമ്മനഗർ അവർ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ മുസ്ലിം ജമാഅത്തിന്റെ വർക്കാടി സർക്കിൾ സെക്രട്ടറി അബ്ദുൽ കരീം DK അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഒരുപാട് ആളുകൾ അതിഥികൾ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ സംബന്ധിക്കാനുണ്ട്. SM ബഷീർ സാഹിബ് വരാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ ജയാനന്ദ മഞ്ചേശ്വരം, പിന്നെ ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് സ്വാമി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ സംബന്ധിച്ച മറ്റു നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ ശ്രോതാക്കൾ, നമ്മുടെ എല്ലാവരും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ തൽസ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.